ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫ്രൈഡേ ആണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ അയൺ ചെയ്യുന്നതാണ്. ഇത് പൊതുവേ ഞാൻ തലേന്നോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യാതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അയൺ ചെയ്ത ആ യൂണിഫോമൊക്കെ എടുത്തിട്ടാണ് ഞാൻ താഴെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനി പിന്നെ ഉമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതാണ്. പച്ചരിൻ്റെ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ തളിപ്പറമ്പിൽ ഇതിന് ചട്ടി വീത്ത എന്ന് പറയും. സ്കൂളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ ചട്ടി വീത്ത എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സിന് എന്തോ പോലെയാണ്, ഒരു കോമഡി കേട്ട പോലെയാണ്, ഫുള്ള് ചിരിയായിരിക്കും. ചട്ടി വീത്തിയ അങ്ങനെ പറയും. അപ്പം ചട്ടി വീത്ത റെഡിയാക്കുന്നതാണ് നമ്മുടെ ദേശീയ ഭക്ഷണം. നമ്മളെ നാട്ടിലെ ദേശീയ ഭക്ഷണം എന്ന് പറയാം. അപ്പോൾ രാവിലെ അധികം നമ്മളെ നാട്ടിലെ ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഈ പച്ചരിൻ്റെ ദോശ. അപ്പോൾ അതിനുള്ള അരി അരച്ച് വെച്ചിട്ടാണ് ഞാൻ ബാക്കി പണികളിലേക്ക് പോവുക. കാരണം കറണ്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ദോശ അരക്കുന്നത് മുടങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് അരച്ച് വെക്കും. പിന്നെ രാത്രി തന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. ഇനി പിന്നെ ലഞ്ചിന് നമുക്ക് ചെമ്മീൻ ബിരിയാണിയാണ്. അതുകൊണ്ട് ചെമ്മീൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെച്ചു. നെക്സ്റ്റ് നമുക്ക് ടിഫിൻ വേണം. ടിഫിനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് തലേന്ന് സോപ്പിട്ട് കഴുകി വെച്ചതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഔക്കാന്ന് പറയും, ഒന്ന് ഔക്കിയിട്ട് നമ്മളവിടെ വെച്ചു. അതായത് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീനല്ല, വാഷ് ചെയ്തിട്ട് അവിടെ വെച്ചു. പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് കിടക്കാം. കറി ഓൾറെഡി ബീഫ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ മോൾക്ക് സ്കൂളിലേക്ക് മാത്രമായിട്ട് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു. നമുക്കിവിടെ കഴിക്കാൻ ബീഫ് കറി ഉണ്ട്. അപ്പോൾ തലേന്നത്തെ കറി കൊടുക്കാൻ എനിക്ക് ചെറിയൊരു മടിയാണ്. തലേന്ന് രാത്രി ആക്കിയ കറിയൊക്കെ ആണെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടലുണ്ട്. അപ്പോൾ തലേന്നല്ലാണ്ട് ഉച്ചക്കത്തെ രാവിലത്തെ കറിയൊന്നും ഞാനങ്ങനെ കൊടുത്തു വിടലില്ല. അതിന് പകരം എന്തെങ്കിലും രാവിലെ അവൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും 2 പീസ് ചിക്കനോ അല്ലെങ്കിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്ത് കൊടുക്കലാണ്. എഗ്ഗ് അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. ഇത് പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈയും കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും. അതുകൊണ്ട് പിന്നെ ഇതന്നെ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ അത് ഫ്രൈ ചെയ്യാനിട്ടിട്ട് ഞാനിപ്പുറത്തുനിന്ന് ദോശ ചുടാൻ തുടങ്ങി. അതുപോലെ ഈ ദോശേൻ്റെ കൺസിസ്റ്റൻസി എനിക്ക് എപ്പോഴും റെഡി ആവില്ല കേട്ടോ. ആദ്യത്തെ 2 ദോശ മിക്കവാറും തടിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് 3ാമത്തെ ദോശ ആകുമ്പോഴത്തേക്കും ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വീണ്ടും ചുടുകയും ചെയ്യും. അപ്പം 3ഓ 4ഓ ആവണം ദോശ ചുട്ടിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ കുറേ വെള്ളം ഒഴിക്കാൻ പേടിയാണ്. അതുപോലെ ഉപ്പ്, ഈ വെള്ളം, ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കുറേശ്ശെ ആയിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കലാണ്. ഇട്ട് നോക്കി എക്സ്പെരിമെൻറ്റ് ചെയ്ത് റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും ഇടും. കാരണം ഇതിനെയോ ആഡ് ചെയ്യാമല്ലോ, നമുക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്താക്കുമ്പോഴത്തേക്കും ഒരു 3ാമത്തെയോ 4ാമത്തെയോ ദോശയിലാണ് എനിക്ക് കറക്റ്റ് അടിപൊളി ദോശ കിട്ടുക. ആദ്യത്തെ 2 ദോശ മിക്കവാറും ചാടാനാവും, കാരണം തടി കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ദോശ ചുട്ട് പിന്നെ അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതും ഇപ്പം കഴിക്കാനുള്ളതും എന്നുള്ള രീതിയിൽ ഒരു 3-4 ദോശ അങ്ങനെ മൊത്തത്തിൽ ചുട്ട് വെക്കും. എന്നിട്ട് പിന്നെ സ്കൂളിലേക്ക് അയച്ച് അവൾ പോയതിന് ശേഷമാണ് ബാക്കി ദോശ ചുടുള്ളൂ. അപ്പം ടിഫിൻ പാക്ക് ചെയ്തു, കിറ്റിൽ ഇതുപോലെ വെച്ച് കൊടുത്തു. അതിന് ശേഷം അവളെ റെഡിയാക്കണം. ഇനിയിപ്പം ടൈം ടേബിൾ എടുത്ത് വെക്കലാണ്. പൊതുവെ രാത്രി എടുത്ത് വെക്കലുണ്ട്. പിന്നെ ചില ദിവസം തിരക്കായി കഴിഞ്ഞാലൊക്കെ രാത്രി എടുത്ത് വെക്കാൻ പറ്റൂല. അല്ലെങ്കിൽ പിന്നെ ഇന്ന് മദ്രസ ഇല്ല എന്ന് കണ്ടുകൊണ്ട് പിന്നെ അങ്ങനെ ലേറ്റാക്കി അങ്ങനെയൊക്കെ ആയിട്ട് പ്രോക്കാസ്റ്റിനേഷൻ, നാളെ മദ്രസയിലല്ല അപ്പം ഇനി അതെല്ലാം നാളെ ചെയ്യാന്നുള്ളൊരു ഇതുണ്ടാവില്ലേ. അങ്ങനെ നാളെ പിന്നെ തിരക്കൊന്നുമില്ലല്ലോ എന്നുകൊണ്ട് അങ്ങനെ ടൈം ടേബിൾ എടുത്ത് വെക്കാതുകൊണ്ടാണ്. ഇനി പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ പെൻസിൽ 2 എണ്ണം മാത്രമേ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പെൻസിലും എടുത്തു വെച്ച്, അല്ലെങ്കിൽ അവൾ 4, 5 പെൻസിലൊക്കെ കൊണ്ടുപോകും, വാശിയേനു. അപ്പോൾ ഇപ്പം ടീച്ചർ തന്നെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് പിന്നെ 2 എണ്ണേ കൊണ്ടുപോലും ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഉമ്മ 2 പെൻസിൽ വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനിയിപ്പം കിറ്റിൽ നമ്മൾ ടിഫിൻ്റെ കൂടി ഇങ്ങനെ ഒരു ക്ലോത്തും കൂടെ വെച്ച് കൊടുക്കണം. ഞാനതെപ്പോഴും വെച്ച് കൊടുക്കലുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുമ്പം ഡെസ്കിൽ ചോറൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊക്കെ പേപ്പർ നമ്മൾ റഫ് നോട്ട് എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിൽ നിന്ന് പേപ്പർ കീറി ആ പേപ്പറിനെ കൊണ്ട് ടേബിൾ തുടച്ച് എന്നിട്ട് പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ട് അങ്ങനത്തെ കുറേ പണിയല്ലേ. ഇപ്പം അങ്ങനത്തെ പണിയൊന്നുമില്ല. ഇതുപോലെ ക്ലോത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അത് വിരിച്ച് ടിഫിൻ കഴിക്കുക. അതിൽ വേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതങ്ങനെ മടക്കി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ദോശയും കാര്യങ്ങളൊക്കെ ചുട്ട് വീട്ടിലെല്ലാവർക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി.
ഇനിയിപ്പം നമ്മുടെ അച്ചാറുണ്ടായിന് കുറച്ച് ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായതാണ്. അതിപ്പം ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ അച്ചാർ കുറേ നാൾ വെച്ചുകൂടാമല്ലോ, അപ്പം പിന്നെ ഗ്ലാസ് ബോട്ടിൽ മാറ്റി അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച്. ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്, അത് കുറച്ച് പാക്കാക്കിയിട്ട് അതും ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ പണിയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമുക്ക് വേസ്റ്റ് ചാടിയിട്ട് വരാം. വേസ്റ്റ് ചാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കളയുക. അപ്പോൾ കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ചെമ്മീൻ്റെ തല ഞാൻ ഉപ്പ് വരയ്ക്കും വെക്കുന്നുണ്ട്. അരി എടുത്ത് വെച്ചതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു മെഷറിംഗ് കപ്പിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വലിയൊരു കോമഡി പറയാനുണ്ട്. പിന്നെ ഞാൻ വെള്ളിയാഴ്ച അല്ലേ, അപ്പം ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡെസേർട്ട് ഉണ്ടാക്കാന്നുള്ളതിൽ ഫിയോണയും മാങ്കൊക്കെ എടുത്ത് വെച്ച് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് ആക്കി വന്നപ്പം ഐസ്ക്രീമായി മാറിയിട്ടുണ്ട്. ലേറെ ഞാൻ ബ്രെഡ് ഉണ്ടെങ്കിൽ ഞാൻ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അങ്ങനെ ഫിയോണ എടുത്ത് വെച്ചിട്ടുണ്ടായി പുറത്ത്, പക്ഷേ ബ്രെഡ് ഉണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് അതിനെക്കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടാ. ഇനിയിപ്പം ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ചെമ്മീൻ ബിരിയാണി റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ കോമഡിയിലേക്ക് വരാം. നമ്മൾ ലാസ്റ്റ് ബിരിയാണീൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ആ മെഷറിംഗ് കപ്പ് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് സേറ് എന്നുള്ളത്. സേറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നിട്ടുണ്ടായ സംഭവം. കോമഡിയിലേക്ക് വരാം. 2 ദിവസം മുന്നേ ഉമ്മാമ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഉമ്മാന്ന് വിളിക്കല്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഓണാക്കി തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബിരിയാണി റെസിപ്പി വെച്ച് കൊടുത്ത്. അങ്ങനെ ഉമ്മാമ കാര്യമായിട്ട് എൻ്റെ ബിരിയാണിയിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഈ സേറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ, ഇതാണ് സേർ എന്ന് പറയുമ്പോഴേക്കും ഉമ്മാമ ഒരേ ചിരി. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ സേർ, അത് കാൽ സേറാണ്. പിന്നെ ഞാൻ വീഡിയോ മുന്നോട്ട് പോയില്ലേ, 2 സേറായിരിക്കാം നമ്മളിപ്പം ബിരിയാണി വെക്കുന്നതെന്ന് അതിൽ പറയുന്നുണ്ട്. 2 സേർ അരിയൊന്നും കൂടി കാട്ടപ്പോൾ പിന്നെ ഉമ്മാമ ഒരേ ചിരി, പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഉമ്മാമ കോമഡി ഫിലിമായിട്ട് കണ്ട പോലെ ചിരിക്കാൻ തുടങ്ങി. കുറേ നാൾക്ക് ശേഷം ഉമ്മാമ അങ്ങനെ ചിരിക്കുന്നു കേട്ടോ. മാഷാ അല്ലാ. ഇവർ ഫിലിമോ മറ്റേ ട്രോളും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇതുപോലെ ചിരിക്കാൻ. അപ്പം എനിക്കാകെ ഇതിന് അരസേർ, ആ കാസേറും കൂടിയായിട്ട് ഇതിന് അരസേർന്നേ പറയുള്ളൂ. 2 സേർ എന്നെല്ലാം പറഞ്ഞാൽ എത്ര കിലോ അരിയായി പൊട്ടത്തി എന്നോട് ചോദിക്കലല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കാസേർ അരസേർ എന്നെല്ലാം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ എൻ്റെ വിചാരം ഇത് 2 സേറാന്നാണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് ഉമ്മയോട് ചോദിച്ചിട്ട് ഇട്ടാൽ മതിയേനു. പക്ഷെ ഞാൻ എൻ്റെ ഫുൾ ഓൺ കോൺഫിഡൻസിലാണെന്നല്ല പറയുകയും ചെയ്യുന്നത്, നല്ല വിശ്വാസത്തോടെ പറയുന്നത്. സേറ് പറയേണ്ടത് 2 സേറ്. അതെത്ര കിലോ ആയിരുന്നത്, 2 കിലോ അരിയായി എത്ര ചോറാവും അന്നേരം. ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മാമ അറിയത്. ഞാൻ പറഞ്ഞാൽ അതിനധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല ആ വീഡിയോ, കുറച്ച് ആൾക്കാരെ കണ്ടില്ലൂ. ആൾക്കാരും ഇത് കണ്ടിട്ട് ഉണ്ടാക്കാനും പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു എന്നാലും പൊട്ടത്തി എന്നോട് ചോദിക്കലല്ലേ എന്നിട്ട് ഉമ്മാമ ഒരേ ചിരിയട്ടാ. ഞാൻ ആരായി ഇത്രയും കോൺഫിഡൻസോടെ ഞാൻ പറഞ്ഞ കാര്യം തെറ്റിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടം തോന്നി. പിന്നെ ഇട്ട വീഡിയോ ഡിലീറ്റ് ആക്കാനും പറ്റില്ല, അത് എഡിറ്റ് ആക്കാനും പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ അതിൽ ഒരു കമൻറ്റ് പോലെ എഴുതിയിട്ട് പിന്നെ ഇത് വെക്കാന്നുള്ളത്. പിന്നെ സേറിൻ്റെ അളവ് ഇന്നത്തെ കാലം നോക്കിയിട്ട് ആരും വീഡിയോയിൽ സേറിൻ്റെ അളവ് നോക്കിയിട്ട് ആരും ബിരിയാണി വെക്കും നെയ്ച്ചോറ് വെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കപ്പ് മെഷർമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എനിവേ അതായിരുന്നു ബിഗ് കോമഡി. എൻ്റെ ഒരു യൂട്യൂബ് ജേർണിയിലുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഈ സൈഡിൽ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. 2 ഡബ്ബയിലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഡബ്ബ മാത്രമാകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊരു ഒന്നിച്ച് എടുത്തെടുത്ത് വിളമ്പി കഴിക്കേണ്ടത്. ഇതാകുമ്പോൾ നമുക്ക് വേണ്ട ഒരു ഡബ്ബ എടുത്തിട്ട് 3-4 ആൾ കൂടിയിട്ട് സ്പൂണിട്ട് കഴിക്കാം. പിന്നെ ബാക്കിയില്ലേ വന്ന പാത്രത്തിൻ്റെതൊക്കെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. മറ്റേ നമ്മൾ ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കരുതല്ലോ. അപ്പം പിന്നെ ആ പാത്രമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇനിയിപ്പം നമ്മുടെ കുക്കിങ്ങിലേക്ക് വരാം. നമ്മൾ റൈസ് ഉണ്ടാക്കണം. പിന്നെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് കുറച്ചേ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഗാർണിഷിന് യൂസ് ചെയ്യാം. അതുകൊണ്ട് മസാലയിൽ ഞാൻ മല്ലിച്ചപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പം ചോറ് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് ദമ്മിടാം. ഇതിൽ ഞാൻ ഫ്രൈഡ് ഓണിയൻസും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതിന് കുറേ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ മെയിൻ റീസൺ മടി തന്നെയാണ്. മെയിൻ റീസൺ മടിയല്ല, അതുപോലെ തന്നെ ഒരു റീസണാണ്
ഇത് ഹൈ കലോറി ആണെന്നുള്ളത്. ഫ്രൈഡ് ഓണിയൻസ് നമ്മൾ ചേർക്കുമ്പോൾ ഭയങ്കര കലോറി അധികവും. അപ്പം ഉമ്മാമക്കൊന്നും ഈ ഓയിലിൽ ഫ്രൈ ചെയ്ത സാധനങ്ങൾ പറ്റൂല, ഡോക്ടർ അത് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു റീസണാണ്. പിന്നെ നമ്മളായാലും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമത് നമ്മൾ ഈ ഫ്രൈഡേ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ 2-3 നേരവും കഴിക്കും. അപ്പം രാത്രിയും ഇതന്നെയാണ്, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇതന്നെയാണ് കഴിക്കുക. അപ്പം അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കലോറി കുറച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നെയ്ച്ചോറും കറിയും കൂട്ടുന്ന ലാഘവത്തിൽ നമുക്കത് കഴിക്കാൻ പറ്റും. പക്ഷേ ഈ ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂ നട്ട്സൊക്കെ ഇട്ടിട്ട് ഹൈ ആക്കുമ്പോൾ നമ്മളത് 2-3 നേരം കഴിക്കുമ്പോൾ നല്ലതെല്ലാം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത്രയും അധികം നമ്മൾ ജോബ് എടുക്കുമ്പോൾ പണിയെടുക്കുമ്പം നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടണം എന്തായാലും. ബിരിയാണി കുറച്ച് പണി അധികമാണ്. അപ്പം കുറച്ചധികം മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രിയും നാളെ രാവിലത്തേക്കും ചിലപ്പം പണി കുറഞ്ഞ് കിട്ടും. കുറച്ച് ഫ്രീ ടൈമും മീ ടൈമൊക്കെ നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചധികം ബിരിയാണി ഉണ്ടാക്കലുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മൾ ഈ തളിപ്പറമ്പ് ഏരിയയിലെ എല്ലാവർക്കും അധികം ആൾക്കാർ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫ്രൈഡേ കുറച്ചധികം ബിരിയാണി വെച്ചിട്ട് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ കത്തലിനോ കഴിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഫ്രൈഡ് ഓണിയൻസ് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് മീ ടൈമൊക്കെ എൻജോയ് ചെയ്ത് ഈവനിങ് ആയിട്ടുണ്ട്. അപ്പം ഈവനിങ് പിന്നെ ഇതാ ചെടികളൊക്കെ നോക്കി വന്ന് നോക്കാമെന്ന് വിചാരിച്ച് എടുക്കൊന്ന് വിസിറ്റ് ചെയ്യാമല്ലോ. പിന്നെ ചെടികൾ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പം അങ്ങനെ ഇതിൽ നല്ല ചാറ്റലടിക്കുന്നതുകൊണ്ട് തന്നെ ചെടികൾക്കൊന്നും ഇപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മോള് വന്ന് സ്കൂൾ വിട്ടിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഐസ്ക്രീം കഴിക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഐസ്ക്രീം ഉണ്ടല്ലോ, അപ്പം അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ പാട് കഴിക്കാനായിരിക്കും ഡെസേർട്ട് രസം. പക്ഷെ ഞാനത് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ച് അങ്ങനെ ആകുമ്പം ചായ കടി കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് ഐസ്ക്രീം കുടിച്ച് അതിനിടയിൽ മോളെ കാണാൻ വേണ്ടിയിട്ട് മോളെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ കൈമിലുണ്ടായ 2 മിഠായിയൊക്കെ മോൾക്ക് കൊടുത്തിട്ടാണ് അവർ പോയത്. പിന്നെ മിഠായും ഫ്രണ്ടിനെ കണ്ട സന്തോഷം എല്ലാം ഉണ്ട്. പിന്നെ മോൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും എനിക്കും കൂടെ ഷെയർ ചെയ്യും കേട്ടോ, മാഷാ അല്ലാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ പിന്നെ കുറച്ച് പണികൾ ബാക്കിയുണ്ടായിന്, അതും കൂടെ ചെയ്ത് നമ്മൾ ബിരിയാണിയൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. പിന്നെ ഉപ്പാക്കെന്തോ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് പിന്നെ രാത്രി ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് ബാക്കി പാത്രങ്ങളും കൂടെ കഴുകി തട്ടൊക്കെ തോർത്തിട്ട് നമ്മൾ കിച്ചണിൽ കയറലായി. നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ കണ്ട് ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്, മോർണിംഗ് ടു ഈവനിങ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ മുന്നത്തെ വീഡിയോയിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പുതിയ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടും താങ്ക് യു സോ മച്ച്.